അമേരിക്കയുടെ ഏതൊരു ശത്രുപരമായ നീക്കത്തിനും ഇറാൻ കർശന നടപടികളിലൂടെ മറുപടി നൽകുമെന്ന ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പിന്റെ ചൂടാറും മുമ്പേ തന്നെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാകുന്നു എന്നതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കു നേരെ അമേരിക്കയോ ഇസ്രായേലോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയതായി അത് പിന്നീട് സമ്പൂർണ്ണ യുദ്ധത്തിലേക്കായിരിക്കും നയിക്കുകയെന്നും അതിനോട് ഉടൻ തന്നെ സർവ്വസന്നാഹങ്ങളോടെയായിരിക്കും ഇറാൻ മറുപടി പറയുക എന്നും ഈ മാസം ആദ്യം നടന്ന ഖത്തർ സന്ദർശന വേളയിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി താക്കീത് നൽകുകയും ചെയ്തു. ഇപ്പോൾ ആണവായുധങ്ങളുടെ വികസനവും ഉപയോഗവും നിരോധിക്കുന്ന രാജ്യത്തെ ദീർഘകാല ഫത്വ പിൻവലിക്കണമെന്നാണ് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുതിർന്ന കമാൻഡർമാർ സുപ്രീം നേതാവ് അയത്തുള്ള അലി ഖമേനിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇറാനും അതിന്റെ പ്രാദേശിക എതിരാളികളും പ്രത്യേകിച്ച് ഇസ്രായേലും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളാണ് IRGC കമാൻഡർമാരുടെ ഈ അഭ്യർത്ഥനയ്ക്ക് പിന്നിൽ. അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ സമീപകാലത്തായി ഭൂരിഭാഗം ഇറാനികളും ഇപ്പോൾ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നതിനെ അനുകൂലിക്കുകയാണ് അടുത്തിടെ നടത്തിയ ഒരു സർവേയിൽ സൂചിപ്പിക്കുന്നത്. പാശ്ചാത്യ എതിരാളികളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദങ്ങൾക്കിടയിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അണുബോംബുകൾ കൈവശം വെക്കേണ്ടത് അത്യാവശ്യമാണെന്നും IRGC വാദിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ആണവായുധങ്ങൾ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു 1990കളുടെ മധ്യത്തിൽ പുറപ്പെടുവിച്ച അയത്തുള്ള അലി ഖമേനിയുടെ ഫത്വ 2003 പരസ്യമാക്കുന്നത്. ഇത് ആണവായുധങ്ങളുടെ നിർമ്മാണം, സംഭരണം, ഉപയോഗം എന്നിവയെ വിലക്കുകയും അവ ഇസ്ലാമിക തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കണക്കാക്കുകയും ചെയ്യുന്നു. ആണവായുധങ്ങളെക്കുറിച്ചുള്ള ഇറാന്റെ ഔദ്യോഗിക നിലപാടിന്റെ ഒരു മൂലക്കല്ലായിരുന്നു ഈ ഫത്വ ഉത്തരവ്. എന്നാൽ ടെഹ്റാനടുത്തുള്ള ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള പ്രാദേശിക സംഘർഷങ്ങൾ അടുത്തിടെ വർദ്ധിച്ചത് ദേശീയ പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ചുള്ള ആഭ്യന്തര ചർച്ചകൾ ശക്തമാക്കിയിട്ടുണ്ടെന്ന് AP റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയും ചെയ്തു. ഇറാന്റെ മിസൈൽ നിർമ്മാണവും മുൻ ആണവ ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങളും ഇറാനിയൻ ഉദ്യോഗസ്ഥരെ അവരുടെ പ്രതിരോധ ശേഷികൾ പുനഃപരിശോധിക്കാനും സാധ്യതയുള്ള ഭീഷണികളെ നേരിടുന്നതിനുള്ള പുതിയ തന്ത്രങ്ങൾ പരിഗണിക്കാനും നിർബന്ധിതരാക്കുമെന്നാണ് AP റിപ്പോർട്ട് പറയുന്നത്. ഈ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ഫത്വ പാലിക്കുന്നത് ഇറാനെ അസ്വസ്ഥ ഭീഷണികളെ നേരിടാൻ വേണ്ടത്ര സജ്ജരാക്കില്ലെന്നും ആണവായുധങ്ങൾ ഏറ്റെടുക്കുന്നത് എതിരാളികൾക്കെതിരെ ശക്തമായ പ്രതിരോധമായി വർത്തിക്കുമെന്നും IRGC നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ആണവായുധം നിർമ്മിക്കാൻ പ്രാപ്തമാക്കുന്ന ആണവ ഗവേഷണം ഇറാൻ ഇതിനകം തന്നെ നടത്തുന്നുണ്ട്. ഇറാനെ ആണവായുധം പിന്തുടരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അമേരിക്ക അടുത്തിടെ പരമാവധി സമ്മർദ്ദ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയതോടെ സ്ഥിതിഗതികൾ ഇപ്പോഴും അസ്ഥിരമായി തുടരുകയാണ്. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇറാനെതിരായ തന്റെ പരമാവധി സമ്മർദ്ദ നയം പുനഃസ്ഥാപിച്ചിരുന്നു. ഇറാൻ ആണവ ബോംബ് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ട്രംപിന്റെ പ്രധാന ആരോപണം. മാത്രമല്ല, ചൈനയിലേക്ക് ഇറാനിയൻ എണ്ണ വിതരണം സുഗമമാക്കുന്ന ഒരു അന്താരാഷ്ട്ര ശൃംഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനിലെ എണ്ണ വ്യവസായത്തിനെതിരെ കഴിഞ്ഞ ദിവസം അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. 2015 ആണവ കരാർ തകർന്നതിനു ശേഷം 2018 അമേരിക്ക പിൻവാങ്ങിയതിനെ തുടർന്ന് ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി. ഇത് സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ഇറാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുന്നതിനും കാരണമായി. ഈ വെല്ലുവിളികൾക്കിടയിലും അയത്തുള്ള അലി ഖമേനി അമേരിക്കയുമായുള്ള ചർച്ചകൾക്കുള്ള സാധ്യതകളെ നിരന്തരം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അത്തരം ചർച്ചകളെ ബുദ്ധിശൂന്യവും മാന്യമല്ലാത്തതുമായാണ് അദ്ദേഹം മുദ്രകുത്തിയത്. അമേരിക്ക ഇറാനെക്കുറിച്ച് പ്രസ്താവനകൾ നടത്തുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് അയത്തുള്ള അലി ഖമേനി ചൂണ്ടിക്കാട്ടിയിരുന്നു. അമേരിക്ക ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ ഇറാൻ തിരിച്ച് ഭീഷണിപ്പെടുത്തുമെന്നും ഭീഷണികൾക്കനുസരിച്ച് അമേരിക്ക പ്രവർത്തിച്ചാൽ ഇറാനും അങ്ങനെ തന്നെ ചെയ്യുമെന്നും ഇറാന്റെ സുരക്ഷയെ അവർ ദുർബലപ്പെടുത്തിയാൽ തീർച്ചയായും ഇറാനും അമേരിക്കയ്ക്കെതിരെ അതേ രീതിയിൽ പ്രതികരിക്കുമെന്നും ഖമേനി ശക്തമായ ഭാഷയിൽ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അയത്തുള്ള അലി ഖമേനി ഫത്വ പുനഃപരിശോധിച്ചാൽ ഇറാന്റെ പ്രതിരോധ നയത്തിന്റെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇത് ത്വരിതഗതിയിലുള്ള ആണവ വികസനത്തിലേക്ക് നയിച്ചേക്കുമെന്നും ദ ടെലിഗ്രാഫ് ഉദ്ധരിച്ച വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അത്തരമൊരു നീക്കം ഇറാന്റെ ആണവ അഭിലാഷങ്ങളെക്കുറിച്ച് ഇതിനകം തന്നെ ആശങ്കാകുലരായ ഇസ്രായേലും പാശ്ചാത്യ സഖ്യകക്ഷികളും ഈ നീക്കം പിരിമുറുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യും.